സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് കംപ്ലൈൻറ്റ് പറയുന്ന ഫോണിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു പവർ ഓഫ് ബട്ടൺ. കൂടുതൽ പ്രസ് ചെയ്താൽ മാത്രം സ്വിച്ച് വർക്ക് ചെയ്യുന്നുള്ളൂ. അതുപോലെ ഫോണിന് കവർ ഇട്ട് കഴിഞ്ഞാൽ സ്വിച്ച് കറക്റ്റായിട്ട് ആക്ഷൻ കിട്ടുന്നില്ല. ഫോണിൻ്റെ പവർ ബട്ടൺ വരുന്ന ഭാഗത്ത് നമ്മൾ പുറമേക്ക് കാണുന്ന ഈ ഒരു ഔട്ടർ പുഷ് തേയ്മാനം വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ ഒരു ബട്ടൻ്റെ ഉപയോഗം പരമാവധി കുറക്കുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു പരിഹാരം. ഞാൻ ഈ പറയാൻ പോകുന്ന 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിലൊന്ന് ഉപയോഗപ്പെടുത്തിയാൽ ഇതൊരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. വീഡിയോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അറിയുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യുക. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ഒന്നാമതായി ഫോണിൽ സെറ്റിങ്സ് ഓപ്പൺ ആക്കിയ ശേഷം മുകളിൽ സെർച്ച് ബാറിൽ ഡബിൾ ടാപ്പ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ തൊട്ട് താഴെയായി കാണുന്ന ഈ ഡബിൾ ടാപ്പ് ടു വേക്ക് എന്ന ഈ ഒരു ഓപ്ഷനും കൂടെ ഓപ്പൺ ചെയ്ത ശേഷം ഇതിൽ കാണുന്ന ഡബിൾ ടാപ്പ് ടു വേക്ക് എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഡിസേബിൾ ആയിട്ടാണ് ഉള്ളതെങ്കിൽ ഇതൊന്ന് എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ പവർ ബട്ടൺ യൂസ് ചെയ്യാതെ ഫോണിൻ്റെ സ്ക്രീനിൽ ഇതുപോലെ ഡബിൾ ടാപ്പ് ചെയ്തുകൊണ്ട് ഫോൺ ലോക്ക് ചെയ്യുന്നതിനും അൺലോക്ക് ചെയ്യുന്നതിനും സാധിക്കും. അതുപോലെ ഇതിൽ തന്നെ തൊട്ടു മുകളിൽ കാണുന്ന റൈസ് ടു വേക്ക് എന്ന ഈ ഒരു ഓപ്ഷന് കൂടെ എനേബിൾ ചെയ്തു വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഫോൺ എടുക്കുമ്പോൾ തന്നെ സ്ക്രീൻ ഓൺ ആവുന്നതിനും പരമാവധി പവർ ബട്ടൺ ഉപയോഗം കുറയ്ക്കുന്നതിനും ഇതിലൂടെ സാധിക്കും. വീഡിയോ ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ ഇൻഫോർമേറ്റീവുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക.